ഹലോ, എൻ്റെ പേര് ജോർജ് എന്നാണ്, അശോക് ജോർജ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. ഞാൻ അബുദാബിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അവിടുത്തെ ആം ഫോഴ്സസ് ഓഫീസേഴ്സ് ക്ലബും അൽ മസൂദ് എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു ഞാനത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഐ വാസ് എ റെഗുലർ മെമ്പർ ഓഫ് CSI Church choir. We had a great communal get together, social life. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അബുദാബിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ആലപ്പുഴയിൽ ഒരു ബോട്ട് ട്രിപ്പിൽ ഇടയ്ക്കാണ്. സോ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിലാണ് ഇങ്ങനെയുള്ള ഒരു ഇൻറ്ററാക്ഷൻ. സാറ് അബുദാബിയിലായിരുന്നു എന്ന് പറഞ്ഞു. ഏത് വർഷമാണ് സാർ അബുദാബിയിൽ എത്തിച്ചേർന്നത്? ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഞങ്ങളുടെ കമ്പനി ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയായിരുന്നു. അപ്പം വി ഹാഡ് പ്രോജക്ട്സ് ഓൾ ഓവർ UAE. അപ്പം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ എമിറേറ്റ്സിൻ്റെ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ആം ഫോഴ്സസ് ഓഫീസേഴ്സ് ക്ലബിൻ്റെ ക്ലീനിങ് ആൻഡ് സെക്യൂരിറ്റി ഞങ്ങളുടെ കമ്പനി, ഇറ്റ് വാസ് എൻ ഓസ്ട്രേലിയൻ കമ്പനി. അപ്പോൾ അതിൻ്റെ മാനേജറായിട്ടാണ് ഞാൻ അബുദാബിയിൽ വന്നത്. അത് കഴിഞ്ഞ് അൽ മസൂദ് എന്ന് പറയുന്ന അവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ ഒരു ഡിവിഷൻ്റെ മാനേജറായിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മസ്കറ്റിൽ തിരിച്ചുപോയി. മസ്കറ്റിൽ ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഫോർ ചൈന നാഷണൽ പെട്രോളിയം കമ്പനി. അങ്ങനെ കുറച്ച് നാൾ ഓയിൽ റിഗിലായിരുന്നു, ഡെസേർട്ടിലാണ്. അത് ഇറ്റ്സ് എ വെരി ഫണ്ണി സ്റ്റോറി. കാരണം ഞങ്ങളുടെ ഓഫീസ് ഒരു വില്ലയാണ്. മദീന കബൂസ് എന്ന് പറയുന്ന വലിയ ഒരു പോഷ് റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പം അതിൻ്റെ തൊട്ടടുത്തൊരു വില്ലയിലാണ് ഈ ചൈനക്കാർ ഗ്രേറ്റ് വാൾ ഡ്രില്ലിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഭാഗത്ത് നടക്കുമ്പോഴത്തേക്ക് ഈ 2-3 ചൈനക്കാർ ഇതിനകത്ത് കാണും. അപ്പം പെട്രോളിയം കമ്പനിയാണെന്ന് മനസ്സിലായി. 10-25 വർഷമായിട്ട് ഗൾഫിൽ ജീവിച്ചിട്ട് എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പെട്രോളുമായിട്ടൊരു കണക്ഷനും ഇല്ല. എന്നാൽ ഗൾഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഓയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരുമായിട്ട് കയറി സംസാരിച്ചു. ഇന്റർനെറ്റും ഗൂഗിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഓപ്പറേഷൻസ് മാനേജർ പൂജി എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്, ഒരു അക്കൗണ്ട് മാനേജറുണ്ട്, ഒരു ഓപ്പറേഷൻസ് മാനേജർ, ഒരു വില്ലയാണ്. അപ്പം പൂജിയുമായിട്ട് വർത്തമാനം പറഞ്ഞു. അയാൾക്കൊരു വലിയ ഒരു ഓഫീസുണ്ട്, വലിയ ടേബിളും, അയാൾക്കൊരു ലാപ്ടോപ്പും പ്രിന്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. വർത്തമാനം പറഞ്ഞു. അപ്പോൾ ദേ ആർ ലുക്കിംഗ് ഫോർ ആൻ അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ ബേസിക്കലി ഈ ചൈനക്കാരും നാട്ടുകാരും ഒമാനികളായിട്ടും ഇവർ പർച്ചേസ് നടക്കുന്നതിനകത്ത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ഒരു കോർഡിനേറ്റർ വേണം. പിന്നെ ഒത്തിരി എല്ലാ സാധനങ്ങളും സപ്ലൈസ്, ഇപ്പോൾ ഫുഡ് ആണെങ്കിലും, ഇപ്പം സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇതിനൊക്കെ ഒരു കോർഡിനേറ്റർ. പിന്നെ ആൾക്കാർ വരും പോവും. അപ്പം അതിൻ്റെ ലോജിസ്റ്റിക്സ്. സോ ദി പൊസിഷൻ ഇസ് കോൾഡ് റിഗ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചൈനക്കാരൻ്റെ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ എനിക്ക് ആ ജോലി കിട്ടി. അപ്പം കിട്ടിയതിൻ്റെ ഒരു റീസൺ ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് റിഗ്യുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. അയാൾ പറയുന്നതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറയുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ജോലി കിട്ടിയത്. ഇതിൻ്റെ ഇടയ്ക്ക് രസമുള്ള പാർട്ട് എന്ന് പറയുന്നത്, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ എന്നോട് ചോദിച്ചു, താൻ ശരിക്കും, അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്തോ എങ്ങനെ ഗൾഫിൽ വന്നത്, എൻ്റെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ പലയിടത്തും ജോലി ചെയ്തിട്ടുണ്ട്. സോ ഐ ഹാവ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ്
how the GCC works. അപ്പം ഇയാൾ എന്നോട് ചോദിച്ചു, ശരിക്കും ഒരു ഓയിൽ റിഗ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ പടത്തിൽ ഇത്ര കണ്ടിട്ടുള്ളൂ. ആൻഡ് ഐ ആം അപ്ലൈയിങ് ഫോർ എ റിഗ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ജോബ്. ഒരു 10-15 മിനിറ്റോടെ ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണ്, മറ്റാ മറിച്ചാന്നൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ എഴുന്നേറ്റ് വന്നു. അപ്പം ഞാൻ നാച്ചുറലി വിചാരിച്ചു കഴിഞ്ഞു. ഐ വാസ് വാക്കിംഗ് ടുവേർഡ്സ് എ ഡോർ. അപ്പോൾ പുള്ളി ചോദിച്ചു, എവിടെ പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. അയാൾ പറഞ്ഞു, അല്ലല്ലേ, ഇവിടെ ആകപ്പാടെ ഈ പ്രിന്ററുമായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ ലാപ്ടോപ്പ് മാത്രമുള്ള, അതുകൊണ്ട് നീ എൻ്റെ കസേരയിൽ ഇരുന്നിട്ട് നീ എന്നോട് പറഞ്ഞത് നിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ. ഞാൻ വിചാരിക്കാം, ഡ്രീമിങ് അല്ല സിനിമയിൽ കാണും നടക്കും. സോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഞാൻ ഇറ്റ് ഈസ് എ വെരി റെസ്പോൺസിബിൾ പൊസിഷൻ. പക്ഷെ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് ടെക്നിക്കലായിട്ടൊന്നുമില്ല. ലോജിസ്റ്റിക് ആൾക്കാർ വരും, സാധനങ്ങൾ വരും, ഡ്രൈവേഴ്സ് ഉണ്ട്, പല ഏത് സമയത്തും ഒരു 10-28 രാജ്യത്തെ ആൾക്കാർ ഈ റിഗിൽ കാണും. അപ്പോൾ ഒരു മിനി യുണൈറ്റഡ് നേഷൻസ് ആയി. അപ്പോൾ അങ്ങനെയാണ് കുറേ നാൾ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കണക്ക് 10-30 വർഷം ഗൾഫിലായി. രക്ഷപ്പെടണമായിരുന്നെങ്കിൽ പണ്ടേ രക്ഷപ്പെടായിരുന്നു. ഇനി അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഐ ഫെൽറ്റ് ഹോം സിക്ക്, ടു ബി വെരി ഓണസ്റ്റ്. അപ്പോൾ അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നെയ്ബർ ഇവിടെ ഒരു ആലപ്പുഴ, ഞാൻ ആലപ്പുഴക്കാരനാണ്, വലിയ ഒരു കോയർ എക്സ്പോർട്ടർ ഉണ്ട്, രവി കർണാടക. അവരെൻ്റെ നെയ്ബേഴ്സാണ്. ഞങ്ങൾക്ക് ജനറേഷൻസ് ആയിട്ട് അവരെ അറിയാം. അവർക്ക് മ്യൂസിയം ഒക്കെ ഉണ്ട്. അവർക്ക് 3 കമ്പനിയുണ്ട്. ആലപ്പി കമ്പനിയുണ്ട്, പിന്നെ വേറെ 1-2 വലിയ വലിയ കമ്പനി. അപ്പോൾ അതിനകത്തെ ഒരാളെ എനിക്കറിയാം. അപ്പോൾ എന്നോട് ചോദിച്ചു, താൻ എന്തോ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ചുമ്മാ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പം ശരി, അപ്പനെയും അവിടുത്തെ സീനിയറായിട്ടുള്ള അവരെ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. ഏതായാലും ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. കയർ കമ്പനി, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്യാം. അത് അങ്ങനെ ഒരു ഫണ്ണി ഇൻസിഡൻ്റ് ഉണ്ട്. അപ്പം ഈ ആദ്യത്തെ ദിവസം ഞാൻ ഈ മേശയൊക്കെ ക്ലിയർ ചെയ്തു. അന്ന് നമ്മൾ ഗൾഫിലായതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാം, ഡെസ്ക്ടോപ്പ് ഉണ്ട്. അപ്പം സാധാരണ ടേബിൾ ടോപ്പ് വൃത്തിയാക്കി വെക്കുക, ഡെസ്ക്ടോപ്പ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അവിടുത്തെ ഒരു പ്യൂൺ വന്നിട്ട് ഇതിന് പറയുന്ന ഒരു മുടി കയറെന്നാണ് പറയുന്നത്, ഇങ്ങനെ സാമ്പിൾ വരുന്നു. അപ്പൊ എൻ്റെ മേശയുടെ മൂലയ്ക്ക് കൊണ്ട് ഐ എം ദി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, AO എന്ന് പറയുന്ന ഒരു സീനിയർ പൊസിഷൻ. അപ്പം കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ആ ഹാളിൽ ഒരു 47 പേര് ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ദിവസം പിന്നെ ആലപ്പുഴ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ആലപ്പി കമ്പനി. ഇറ്റ്സ് എ പബ്ലിക് ലിമിറ്റഡ്. നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഓണറൊക്കെ എൻ്റെ വീടിൻ്റെ പുറം. അപ്പം ഞാൻ ഈ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ഈ കയറിങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ഇതാരാണ് ഈ കയറ് ഇവിടെ വെച്ചിരിക്കുന്നത്? ഇത് വെക്കേണ്ട സ്ഥലത്ത് വെക്കണം, എൻ്റെ മേശകളിലല്ല ഇത് വെക്കേണ്ടത്. അപ്പോൾ ബിനു എന്ന് പറയുന്ന അവിടെ 10-25 വർഷമായിട്ടുള്ളൊരു പ്യൂണുണ്ട്. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളി ഒച്ചത്തിൽ എല്ലാവരും കേൾക്കി പറഞ്ഞു, സാറേ ഇത് കയറല്ലേ, ഇത് ചണമാണ്. അപ്പം എൻ്റെ മനസ്സിലൊരു ഭയങ്കര ഒരു പിടി പറ്റി. എടാ, കയറും ചണവുമായിട്ട് ഉള്ള ഡിഫറൻസ് അറിയാൻ വയ്യാത്തവനാണ് കയർ കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്നത്. ആൻഡ് ഐ വർക്ക് ദർ ഫോർ another 10 years. കാരണം ഈ ഓണേഴ്സിനെ അറിയാം. പിന്നെ എങ്ങനെ ഒരു കമ്പനി, കാരണം ഐ വാസ് ഫോർച്ചുനേറ്റ് ടു വർക്ക് വിത്ത് സം വെരി ഗുഡ് കമ്പനീസ്, ഗുഡ് മാനേജേഴ്സ്. ഐ പിക്ഡ് അപ്പ് ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ഫ്രം ഈ പല മാനേജേഴ്സിൻ്റെ കയ്യിൽ. അപ്പം ഇവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഐ ഹാഡ് എ ഫ്രീ ഹാൻഡ്. സോ അങ്ങനെ വളരെ എന്താ പറയുന്നത്,
പ്രിപ്പയർഡ് അല്ലാത്ത അല്ലെങ്കിൽ പഠിച്ച് ഒരു നോളജ് ഇല്ലാത്ത പല പല പണിയും ചെയ്ത് ലൈഫ് വാസ് ഇൻട്രസ്റ്റിംഗ്, വർക്കിംഗ് ലൈഫ് വാസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ബീയിങ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി അറ്റ് 58 യു ഹാവ് ടു റിട്ടയർ. അപ്പം അങ്ങനെ 58 വന്നു. പിന്നെ ഞാൻ കുറച്ച് നാൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം എനിക്ക് അറിയത്തില്ല. ഈ അറിയാൻ വയ്യാത്ത സാധനം അറിയാന്ന് പറയുന്ന ഒരു ചെറിയ ഒരു അസുഖമുണ്ട്. അപ്പം അങ്ങനെ അതിനകത്ത് അപ്പോഴാണ് ഈ കേജ്രിവാളും അണ്ണാ ഹസാരയുടെ ഇതൊക്കെ. അങ്ങനെ ഞാൻ അതിൻ്റെ പുറകെ തൂങ്ങി. ഞാൻ കാൻഡിഡേറ്റ് അല്ല, ഞാൻ ആലപ്പുഴയിലെ ആദ്യത്തെ ജില്ലാ പ്രസിഡന്റാണ്. ആം ആദ്മിയുടെ പാർട്ടിയിൽ ഞാനാണ്. ഇവിടെ എന്റെ വണ്ടിയിലകത്ത് കുറച്ചു പേര് എന്റെ റോട്ടറി ഫ്രണ്ട്സ്, എന്റെ മീസോണിക് ലോഡ്ജ് ഫ്രണ്ട്സ്, അങ്ങനെ കുറെ ആൾക്കാരെ അങ്ങനെ സാധാരണക്കാരുടെ പാർട്ടിയാണ്. പക്ഷെ ആദ്യത്തെ മീറ്റിങ്ങിന് ആരെങ്കിലും വേണമല്ലോ, ഇവിടെ ചായ മടിച്ചേരാന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് ഇവരെ കൊണ്ടുവരുന്നത്. അങ്ങനെ കുറെ നാള് ഈ 2012 തൊട്ട് 14, 15 വരെ 2 പ്രാവശ്യം ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു. CR നീലകണ്ഠൻ സാറിന്റെ സമയത്ത് പുള്ളിയുടെ സ്റ്റേറ്റ് ടീമിന്റെ ഒരു മെമ്പറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതെ, പോക്കറ്റിൽ നിന്ന് കാശ് പോകും, സമയവും വേണം. ഇതിനോട്ട് രാജ്യം നന്നാണ്. കാരണം എന്നെ ഇതിനകത്തോട്ട് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള കാരണം നമ്മൾ മലയാളികൾ ഗൾഫിൽ ചെല്ലുമ്പോഴത്തേക്ക് വളരെ സീരിയസ് ആയിട്ടും സിൻസിയറായിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് യൂണിയനും മറ്റതും മറിച്ചും കൈക്കൂലി, ഈ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൈക്കൂലിയും ഇതല്ലേ. ഡോക്ടർമാരാണേലും സാറുമാരാണേലും അപ്പൊ ഇയാളെ കൈക്കൂലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ആണ് ഇത് തുടങ്ങിയത്. അപ്പം ദാറ്റ് വാസ് വെരി അട്രാക്റ്റീവ് ടു മീ. പിന്നെ ലൈക്ക് ഓൾ പോളിറ്റിക്സ്, ഈ when you go deeper into it അതിനകത്ത് വരും. കാരണം സെൽഫിഷ്നെസ് വരും, ഒത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളൊരു പൊളിറ്റീഷ്യൻ അല്ല. പൊളിറ്റീഷ്യൻ ആണെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. സോ എനിവേ, സിറിയക്ക് സാറ് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് person to lead Kerala was Siriyaka സാറ്. ജയലളിതയുടെ ടൈമിൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു തമിഴ്നാട്ടിൽ. ഈസ് pretty senior man, almost 80 years old, but extremely very sharp, very smart. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ സമയം കളയാനായിട്ട് എനിക്കിപ്പം ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഒരു ഓർഫണേജ് നടത്തുന്നുണ്ട്, ഹോപ്പ് വില്ലേജ് എന്ന് പറയുന്നത്. അത് ഈ SOS വില്ലേജിന്റെ മോഡലിൽ ഈ 5-6 വീടുണ്ടാക്കി കൊടുത്തിട്ട് ഓരോ വീട്ടിലും ഒരു അമ്മമാരെ നമ്മൾ പെയ്ഡായിട്ട്, എന്നിട്ട് അവർക്ക് പിള്ളേരെ കൊടുക്കും വളർത്താനായിട്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഹോപ്പ് വില്ലേജ് എന്ന് പറയുന്ന ഈ ഹോപ്പ് വില്ലേജ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ആലപ്പുഴ SL പുരത്തിന് അവിടെ ഒരു 2-3 ഏക്കർ സ്ഥലം മേടിച്ചു അവര് ഇൻവെസ്റ്റ് ചെയ്ത് അവര് മാനേജ് ചെയ്യുന്ന ഒരു ഓർഫനേജ് ആണെന്ന് പറയാം. അപ്പൊ അതിന്റെ ലോക്കൽ മാനേജ്മെന്റ് കമ്മിറ്റിക്കകത്ത് ഞാനുണ്ട്. പിന്നെ അതിനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ബ്രിട്ടീഷുകാര് സ്ഥിരമായിട്ട് ഇവിടെ വരും. അതിലൊരു ഒരു ബ്രിട്ടീഷുകാരൻ അലൻ ബ്രൂക്സ്, പുള്ളി എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങൾ റൂട്ടേറിയൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ ഒരു തുമ്പോളി എന്ന് പറഞ്ഞതിൻ്റെ ആലപ്പുഴ തുമ്പോളി പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് ഒരു വില്ല ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ 5-6 മുറിയും സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അപ്പോൾ ഒരു ബീച്ച് റിസോർട്ട് പോലെ ഉണ്ട്. സ്റ്റാഫ് അതിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. അതിൻ്റെ രസം എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് ഫൂൾസ്
പാരഡൈസ്. ഫൂൾസ് പാരഡൈസ്. കം ആൻഡ് എൻജോയ്. അതെ അതെ, കാരണം ഇയാള് ബ്രിട്ടീഷുകാരനാണ്. പിന്നെ എനിക്ക് പഠിക്കാനുള്ള ഷേക്സ്പിയറിന്റെ ഒരു പുസ്തകത്തിലെ ഒരു എന്താണ് വാക്കാണ് ഈ ഫൂൾസ് പാരഡൈസ് എന്ന് പറയുന്നത്. അപ്പൊ അയാളോട് പറഞ്ഞപ്പോഴും പുള്ളിക്കും വലിയ താല്പര്യമായിരുന്നു. പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് പറഞ്ഞു, സാറേ ഈ ഫൂൾസ് പാരഡൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഫൂൾസിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് രസമുള്ള ഇതുണ്ടായിരുന്നു. ബട്ട് ലക്ലി വി ഹാവ് ഗുഡ് റിവ്യൂസ്. ഈ പ്രാവശ്യം booking.comന്റെ ഈ 2025 മോസ്റ്റ് എന്താ പറയുന്ന ഫേവറേറ്റ് അതിന്റെ അതൊക്കെയുണ്ട്. എത്ര മുറിയാ? 5 rooms. ലോങ്ങർ സ്റ്റേസ് എത്ര ആൾക്കാർ? 3 മാസം താമസിക്കുന്ന ആൾക്കാരൊക്കെ മിക്കവാറും ഈ ഹോപ്പുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒത്തിരി ബ്രിട്ടീഷേഴ്സ് വരുന്നു. മിക്കവാറും പ്രായമുള്ളവരും സീനിയർ റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അവര് വന്നിട്ട് ലോങ് സ്റ്റേയിങ് ഗസ്റ്റ് ഉണ്ട്. പിന്നെ അവരുടെ ഫ്രണ്ട്സ് വരും. പിന്നെ ഈ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ വരുന്നുണ്ട്. സോ അങ്ങനെ പോകുന്നു. ഈ സമയത്ത് സാറിന്റെ ഫാമിലി കൂടെ തന്നെ ഉണ്ടായിരുന്നു അതോ അവരോട്? ഇല്ല, ഈ റിഗില് അവര് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അബുദാബി ആ സമയത്ത് പിന്നെ ഫാമിലി ഇന്ത്യ വന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. സോ താങ്ക് യു സാർ. ഞാൻ ആലപ്പുഴ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അടുത്ത തവണ സാറിന്റെ റിസോർട്ട് ഫൂൾസ് പാരഡൈസ് ഫൂൾസിനുള്ളതാണോ എന്ന് ഞാനൊന്ന്. അതെ അതെ, കം ആൻഡ് മീറ്റ് ദ ഫൂൾസ്. ഞങ്ങളാണ് ഫൂൾസ്. ഓക്കെ, താങ്ക് യു. ലെറ്റ് us see sir. Okay, we'll come next time. Thank you very much. സാറിന്റെ പേര് ഒന്നുകൂടി പറയാമോ? എന്റെ പേര് ജോർജ്, അശോക് ജോർജ്. അശോക് ജോർജ്, ഫൂൾസ് പാരഡൈസ് തുമ്പോളി. ആലപ്പുഴ തുമ്പോളി. ഓക്കെ, താങ്ക് യു. സാറിന്റെ ടെലിഫോൺ നമ്പർ ഒന്ന് ഡിക്ലെയർ ചെയ്യാം. 94 95 330 540. താങ്ക് യു സോ മച്ച് സാർ. വിൽ സീ യു.